ഭദ്രകാളി ശ്രീകുറുമ്പയായ കഥ. ജമദഗ്നി മഹർഷിക്ക് രേണുകാദേവിയിൽ ജനിച്ച പുത്രനാണ് ഭാർഗവരാമൻ. ധനുർവിദ്യ അഭ്യസിക്കാൻ വേണ്ടി ബാല്യത്തിൽ തന്നെ ഹിമാലയ പ്രദേശങ്ങളിൽ ചെന്ന് ശിവനെ കഠിന തപസ് ചെയ്തു. സന്തുഷ്ടനായ ശിവൻ ഭാർഗവരാമൻ്റെ ഗുണങ്ങൾ പാർവതിയെ വർണ്ണിച്ചു കേൾപ്പിച്ചു. ആ കാലഘട്ടത്തിൽ അസുരന്മാർ ശക്തി സംഭരിച്ച് ദേവന്മാരോട് യുദ്ധം ചെയ്യുകയുണ്ടായി. ദേവതകൾ ശിവനെ അഭയം പ്രാപിച്ച് ശിവൻ ഭാർഗവരാമനെ വിളിച്ച് അസുരന്മാരെ കൊല്ലാൻ ആജ്ഞാപിച്ചു. ശിവശക്തിയിൽ ഭാർഗവരാമൻ സകല അസുരന്മാരെയും പരാജയപ്പെടുത്തി തിരികെ വന്നു. തൻ്റെ വാക്കുപാലിച്ച ശിഷ്യന് ശിവൻ വരങ്ങളും ദിവ്യ അസ്ത്രമായ പരശു മഴു നൽകി. ശിവനിൽ നിന്ന് ഭാർഗവരാമനെ പരശു ലഭിച്ചതിനാൽ പരശുരാമൻ എന്ന പേര് കൈവന്നു. ഇദ്ദേഹം 21 തവണ ക്ഷത്രിയ രാജാക്കന്മാരെ സംഹരിച്ചു. വീരഹത്യ പാപനിവൃത്തിക്കായി ഭൂമി മുഴുവനും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഇതിനാൽ കേരളത്തെ ഭാർഗവക്ഷേത്രമെന്നും പരശുരാമക്ഷേത്രമെന്നും വിളിച്ചു പോരുന്നു. കേരള ഭൂമിയിൽ ആര്യബ്രാഹ്മണന്മാരെയും മറ്റു സമുദായക്കാരെയും കൂടി കൊണ്ട് വന്നു പാർപ്പിച്ചു. അവരുടെ രക്ഷകനും ആരാധ്യ ദേവനുമായി തീർന്നു. ഈ സന്ദർഭത്തിൽ ശ്രീഭദ്രകാളിയുടെ മുത്തുകളെന്ന് വിശേഷിപ്പിക്കുന്ന വസൂരി രോഗം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ചു. തൻ്റെ ഭക്തന്മാരെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി പരശുരാമൻ ശിവഭഗവാനെ തപസ് ചെയ്തു. ശിവൻ്റെ പരമഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദാരിക ഘാതകിയുടെ രൂപത്തിൽ ഭദ്രകാളിയെ കുറുമ്പവനത്തിൽ ചെന്ന് സേവിച്ചാൽ നിവൃത്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ശിവൻ്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ കുറുമ്പവനത്തിൽ ചെന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. ഒരു മണ്ഡലക്കാലം കൊണ്ട് 8 തൃക്കൈകളോട് കൂടിയ ഭദ്രകാളിയെ പ്രത്യക്ഷപ്പെടുത്തി. ഭക്തന്മാരുടെ വസൂരി രോഗം ദേവി ഇല്ലാതാക്കി. കോപസ്വരൂപിണിയായ ഭദ്രകാളി ശാന്തസ്വരൂപിണിയായും വരപ്രസാദിനിയായും കുറുമ്പവനത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ കുറുമ്പ എന്ന നാമം അഖില ലോകത്തും പ്രസിദ്ധി നേടി. തുമ്പവനത്തെ കുറുമ്പവനമെന്നാണ് പറയുന്നത്.